ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ക്രിസ്തു നമ്മൾ ജീവിക്കാൻ പല ജീവിതാനുഭവങ്ങളെയും നമ്മൾ സുവിശേഷ വിഹിതമായി ക്രമീകരിച്ചാൽ മതിയാവും. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ എല്ലാവർക്കും നമ്മുടെ ക്ലാസിക്കൽ സയൻസിനേക്കാളും, അതായത് പുരാതനമായ വിശുദ്ധന്മാരെക്കാളും വേദസാക്ഷികളെക്കാളും ശക്തമായ സാക്ഷ്യം നൽകാനും ആന്തരികമായ കൃപയുള്ളവരാണ് സാധാരണ മനുഷ്യർ. പക്ഷേ ഇവിടെ വരുന്നൊരു വിഷയം, നമ്മൾ സേവ് ചെയ്യണില്ല. കമ്പ്യൂട്ടറിൽ ഭാഷയാണല്ല സേവിങ് എന്ന് പറയണം. അതായത് എന്തെല്ലാം നമ്മൾ മാറ്റർ കമ്പ്യൂട്ടറിലേക്ക് അടിച്ചു കയറ്റിയാലും സേവ് ചെയ്തില്ലെങ്കിൽ ഡിലീറ്റ് ആയിപ്പോവും. ഇതാണ് പലപ്പോഴും ആധ്യാത്മിക ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിലാണ് സേവ് ചെയ്യണത്. എന്ത് സഹനം വന്നാലും നമ്മൾ കർത്താവിൻ്റെ ജ്ഞാനസ്ഥാനത്തിൻ്റെ കൂടെ കൂട്ടിവെക്കും. അത് സാധിക്കും. ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം അറിയാമോ? ഒരു ജീവിക്കുന്ന അൽഫോൻസാമയെക്കാളും അമ്മ തെരേസയെക്കാളും 500 മടങ്ങ് വിശുദ്ധി പ്രാപിക്കാൻ സാധ്യതയുള്ള ഒരു വിശുദ്ധയെ ഞാൻ ഒരു ദിവസം കണ്ട്. ഞാൻ അവളെ ഇരുത്തി ഒത്തിരി നേരം കാര്യം. ഞാൻ എങ്ങനെ വന്നെന്നറിയാവോ? ഞാൻ എൻ്റെ ഒരു പള്ളിയിൽ നിൽക്കുമ്പോഴേ എൻ്റെ ഇടവക പള്ളി നമസ്കാരം കേൾക്കാൻ വേണ്ടി ഒരു ചേടത്തി അനിയത്തി വന്ന്. അപ്പോൾ അനിയത്തിനെ കൊണ്ടുവന്നതാ. അനിയത്തിനെ ചേടത്തി നമസ്കാരം കേൾക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. അപ്പം നമസ്കാരമെല്ലാം കേട്ടു, കെട്ടുകുമ്പസാരം നടത്തി, കുടുംബ ഉപദേശം കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ ഇടവക്കാരല്ലേ, നമ്മൾ ലോഹ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ അനിയത്തി എന്നോട് പറഞ്ഞ, അച്ഛാ ഈ ചേച്ചിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം, അതെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു എന്നാ പ്രത്യേകത? അത് ചേച്ചി ഇന്നീ ഐസിൽ നിൽക്കാൻ പോവുകയാണ് അച്ഛാന്ന് പറഞ്ഞു. ചേച്ചി ഇനി ഐസിൽ നിൽക്കാൻ പോവുകയാണ്. അപ്പം എനിക്കത് ആദ്യം പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷേ ഞാനെങ്ങനെ നിൽക്കാൻ കണ്ടപ്പോൾ പറഞ്ഞ, അച്ഛാ ഐസിൽ നിൽക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഐസ് കമ്പനി ചേച്ചി ചെമ്മീൻ പൊളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊരു 37 വയസ്സുണ്ട് ചേച്ചിക്ക്. അപ്പോഴാണ് ആ സങ്കടകാര്യം ഞാൻ അറിഞ്ഞത്. അതായത് ഈ കൊച്ചിനെ, ഇപ്പം എൻ്റെ അടുത്ത് നമസ്കാരം കേട്ട കൊച്ചിനെ ഏതാണ്ട് 9 വയസ്സുള്ളപ്പോൾ, 9 വയസ്സുള്ളപ്പോഴോ 7 വയസ്സുള്ളപ്പോഴോ ഈ ചേച്ചി എന്ന് പറയുന്ന 37 വയസ്സുകാർ ആന്ധ്രയിൽ ചെമ്മീൻ ഫാക്ടറി പോയതാ, ആലപ്പുഴയിൽ നിന്ന്. എന്തിനാ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ മരിച്ചു. ഈ മൂത്ത ചേച്ചിയുടെ ഈ കുടുംബത്തിൽ 3 പെൺപിള്ളേർ. അവിടെ അപ്പം ഇവൾക്ക് 13 വയസ്സുള്ളപ്പോൾ, മൂത്ത ചേച്ചിക്ക് 13 വയസ്സുള്ളപ്പോൾ അപ്പം മരിച്ചു. അപ്പോൾ പിന്നെ കുടുംബം വരുമാനം പോയപ്പോൾ കുടുംബം പട്ടിണിയായി. പിന്നെ എന്തു ചെയ്യും? അമ്മനെ അനിയത്തിനെ നോക്കാൻ വേണ്ടി ഈ മൂത്തവൾ 9ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തിയിട്ട് വിശാഖപട്ടണത്തിൽ ഒരു ഏജൻസിയുടെ കൂടെ പോയി അവിടെ ഐസിൽ നിൽക്കുക. എന്നിട്ട് ഐസിൽ നിന്നെന്ന് നമുക്കറിയാമല്ലോ, അവിടെ ഒരു ടോക്കണൊക്കെ ചിലപ്പോൾ 6 രൂപ 2 രൂപയൊക്കെ ഉണ്ടായിരുന്ന കാലമുണ്ട്. ഇപ്പോഴും ഒരു ടോക്കൺ ചെമ്മീൻ പൊളിച്ചു കഴിഞ്ഞാൽ 14 രൂപയേ കിട്ടത്തുള്ളൂ. ഞാനത് കാരണം തൊഴിലാളികളെ വിളിച്ചുകൊണ്ട് കളക്ടറിൻ്റെ ബാക്കി പോയി ഒരു ദിവസം സമരം എടുത്തായിരുന്നു. അത് 16 ആക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അവസ്ഥ അവിടെ. പക്ഷെ അതല്ല, ആ ഐസിൽ നിൽക്കുമ്പോഴേ അതിൻ്റെ മണവും ദുർഗന്ധവും, കയ്യെ മുള്ളു കയറും, കാലിലെ മുള്ളു കയറും. കാലിൽ മുള്ളു കയറുന്ന തണുപ്പിൻ്റെ മുള്ള, കയ്യെ മുള്ളു കയറുന്ന ചെമ്മീൻ്റെ തലയുടെ മുള്ള, 2 മുള്ളു കയറി. അപ്പം ഞാൻ അപ്പോഴും ഓർത്തേ, ഇവൾ എൻ്റെ മുറിയിലിരുന്ന സമയത്ത് നമസ്കാരം കേൾക്കാൻ വേണ്ടി ഈ ചേച്ചിയും അനിയത്തിയും കൂടി എൻ്റെ മുറിയിരുന്നപ്പോഴേ ഇവളുടെ കൈ എൻ്റെ മേശപ്പുറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ കൈയായിട്ട് നോക്കിയായിരുന്നു. നോക്കിയാൽ വല്ലാത്ത പ്രാകൃതമായ വികൃതകോലമായ ഒരു കൈ, കുരങ്ങിൻ്റെ കൈ പോലെ വന്നു. നമുക്ക് സങ്കടം വരും. കാര്യം ഈ അനിയത്തിക്ക് വേണ്ടി, 2 അനിയത്തിമാർക്ക് വേണ്ടി, കുടുംബം പുലർത്താൻ വേണ്ടി 13 വയസ്സ് തൊട്ട് 37 വയസ്സ് വരെ ഐസിൽ നിന്ന്
ലീവില്ല, ക്രിസ്മസ് ഇല്ല, ഓണമില്ല. എന്തോ ഒരു ജീവിതം. ശരിക്കും കുടുംബത്തിൻ്റെ കഞ്ഞി വേകാൻ വേണ്ടി വിറകായി അടപ്പിൽ തിരികെ കയറ്റിയ ഒരു വിറകുള്ളിനെയാണ് ഞാൻ കണ്ടത് ശരിക്കും. അതായത് ഈ സഹനങ്ങളെ ഞാൻ അവളോട് ഈശോയെക്കുറിച്ച് ശരിക്കും പറഞ്ഞു. എന്താ കാര്യം എന്നറിയാവോ? അവൾ ഈ സഹനങ്ങളെയെല്ലാം കുടുംബത്തിന് വേണ്ടി മാത്രം കാഴ്ചവെച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്യേണ്ടതെന്നല്ല. കാരണം എൻ്റെ മുമ്പിലിരിക്കുന്നത് ഒരു മഹാവിശുദ്ധിയാണെന്ന് എനിക്കറിയാം. കാര്യം ഈശോയാണ് ലോക കുടുംബത്തിന് വേണ്ടി സ്വന്തം ശരീരം കുരിശാകുന്ന വിറകിൽ എരിഞ്ഞു തീർന്നത്. ഞാൻ പറഞ്ഞു, മകളെ, നീ കുടുംബത്തിന് വേണ്ടി സഹിച്ചവളാണ്, നീ കുരിശേറ്റവളാണ്, നീ മുൾക്കിടം ചൂടിയവരാണ്, നീ ചാട്ടവാട മേടിച്ചവളാണ്. നീ ഇത് കർത്താവിൻ്റെ ഇതിൻ്റെ ഒരു അവസരം നിനക്ക് തന്ന് ഈ ഭൂമിയിൽ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി നീ ഐസ് കമ്പനിയിൽ ജ്ഞാനസ്ഥാനമേറ്റതാണ്. നീ കർത്താവിനോട് ഐക്യപ്പെട്ടിരിക്കുകയാണ്, നിന്നിൽ കർത്താവ് ജീവിക്കുകയാണ്, നീ കർത്താവിൽ നിന്ന് ജീവിക്കണമെന്ന് നീ തിരിച്ചറിയണം മോളെ എന്ന് പറഞ്ഞ്. തിരിച്ചറിയണ നിമിഷം മുതലേ ഏകസത്യദൈവമായ നിന്നെയും നീ യേശു ക്രിസ്തുവിനെയും അറിയുകയോ തിരിച്ചറിയുകയോ ചെയ്യുന്നതാണ് നിത്യജീവനെങ്കിൽ അത് ഈ ഭൂമി തന്നെ നേടിയിരിക്കുകയാണ് നീ. ദൈവത്തിലെ ഞാനും നിങ്ങളും ഇതുപോലെ അനേകം സഹനങ്ങളിലൂടെ ഏറ്റെടുക്കുന്നവരാണ്, കടന്നു പോകുന്നവരുണ്ടാകും, ജ്ഞാനസ്ഥാനം പോകുന്നു പക്ഷേ ചെയ്യുന്നവരാണ്. പക്ഷേ നമുക്കൊരു കുഴപ്പമുള്ളത്, എനിക്ക് തോന്നിയിരിക്കുന്നത്, നമ്മളാരും അത് കർത്താവിൻ്റെ നാമത്തിലാക്കുന്നില്ല. ചില അമ്മമാർ പറയല്ലേ, നിന്നെ 10 മാസം ഞാൻ ചുമന്നതാണല്ലോ എന്ന്. ആ 10 മാസം ചുമന്നത് വരെ അവിടെ ക്രെഡിറ്റായിട്ടോ അതുവഴി മക്കളോടത് പറഞ്ഞിട്ട് ഒരു ആനുകൂല്യം മേടിക്കാനോ മാനുഷികമായിട്ടാണ് വില. അതായത് കോടികളുടെ കൃപ കിട്ടാവുന്നതെല്ലാം നക്കാപ്പിച്ച കാശിന് കൊടുത്തിട്ട് മാനുഷികമായ ഔന്നത്യമോ അതുപോലെ തന്നെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന അങ്ങനെയുള്ള എല്ലാം അവസാനിപ്പിച്ചിട്ട് എല്ലാം യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചു. എൻ്റെ ഇന്നത്തെ കാലത്ത് ഞാൻ സഹനങ്ങളെ നിന്നോട് ഞാൻ റോമ 6:3 അനുസരിച്ചുകൊണ്ട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്ഥാനമായി സ്വീകരിക്കുന്നു. ആ ജ്ഞാനസ്ഥാനത്തിലേക്ക് കർത്താവ് ഇറങ്ങിയ നിമിഷങ്ങളിൽ സ്വർഗം തുറന്നതുപോലെ ജ്ഞാനസ്ഥാനത്തിലേക്ക് നീ യേശുക്രിസ്തു ജ്ഞാനസ്ഥാനത്തിലേക്ക് സകലം സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ ഏറ്റെടുത്തുകൊണ്ട് നീ ഇറങ്ങുമ്പോൾ സ്വർഗം തുറക്കും സഹോദരങ്ങളെ. അങ്ങനെ സ്വർഗം തുറക്കാൻ നിൻ്റെ സഹനങ്ങളെല്ലാം കർത്താവിൻ്റെ കുരിശുകളെല്ലാം കൃപയാകാൻ, അവന് നിൻ്റെ സഹനങ്ങളെല്ലാം ദൈവത്തിൻ്റെ തിരുസന്നിധി സ്വർഗീയ സന്തോഷമാകാൻ ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. നല്ലവനായ ഈശോയെ, ഈ നിമിഷം കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഞങ്ങൾ അപ്പോഴപ്പോൾ ചെറുതും വലുതുമായ ഓരോ സഹനങ്ങൾ കർത്താവ് അനുഭവിക്കുന്നവർക്കെല്ലാം അത് കർത്താവെ യേശുക്രിസ്തുവിനെ ശക്തിയായി അതിനെ അതിജീവിക്കാൻ ഉള്ള കൃപയായി മാറുവാനും, എല്ലാ കുറിച്ചും കൃപയാകുവാനും, എല്ലാ പ്രശ്നങ്ങളും പ്രസാദപരമാകുവാനും കർത്താവെ ഈ ശുശ്രൂഷയുടെ ആഴമായ ബോധ്യങ്ങൾ കർത്താവെ അങ്ങനെ മക്കൾക്ക് നൽകണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശു ആരാധന, യേശു സ്തോത്രം, ഹല്ലേലൂയ, യേശു നന്ദി കർത്താവേ സ്തോത്രം, പ്രൈസ് ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, യേശു സ്തോത്രം, യേശു സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ, യേശു സ്തോത്രം, യേശു സ്തോത്രം, താങ്ക് സ്തോത്രം, യേശു സ്തോത്രം, യേശു സ്തോത്രം, യേശു സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുക. രാജേശ്വരി എന്ന് പറയുന്ന ഒരു മോളുടെ ഭർത്താവിൻ്റെ ലിവർ സിറോസിസ് ഉടമ്പടി പ്രാർത്ഥന ചെയ്തപ്പോൾ അത്ഭുതകരമായി സുഖപ്പെട്ട് ആ സഹനത്തെ വിശ്വാസം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് അതിജീവിച്ച ഒരു സാക്ഷ്യമാണ്. എൻ്റെ പേര് രാജേശ്വരി. ഞാൻ വൈപ്പിനിലുള്ള സ്കൂൾ മുറ്റം എന്ന സ്ഥലത്ത് നിന്നും വരുന്നു. എൻ്റെ ഭർത്താവിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഭർത്താവിന് 5 വർഷത്തിന് മുന്നേ തുടങ്ങിയതാണ് ലിവർ സിറോസിസ് എന്ന അസുഖം. അത് ഡോക്ടർ സ്ഥിരീകരിച്ചതുമാണ്. പക്ഷേ വർഷത്തിലൊരിക്കൽ അദ്ദേഹത്തിന് അത് വരികയും ബ്ലഡ് വൊമിറ്റ് ചെയ്യുകയും ഭയങ്കര മോശമായ കണ്ടീഷനിൽ ICUവിൽ 3 ദിവസം വരെയൊക്കെ എടുത്ത് ട്രീറ്റ് ചെയ്യുകയും ബ്ലഡൊക്കെ കയറ്റേണ്ട അവസ്ഥയും വരാറുണ്ട്. അങ്ങനെ ഇരിക്കെ എല്ലാ വർഷവും ഇങ്ങനെ കൊണ്ടുപോകും. ഒരിക്കൽ ഇപ്പോൾ 6 മാസമായിട്ട് അദ്ദേഹം മരുന്നുകളൊക്കെ നിർത്തി, ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചി എനിക്ക് ഈ പത്രം കൊണ്ടുവന്ന് തരുന്നത്, കൃപാസനത്തിൽ പത്രം. അത് ഞാൻ വായിച്ചതിന് ശേഷം 3 മാസം മുന്നേ ഇവിടെ വരികയും
അച്ഛനോട് ഇവിടെ പ്രാർത്ഥിക്കുകയും ഉപ്പും തേനും ഒക്കെ കൊണ്ടുപോയി അദ്ദേഹത്തിന് കൊടുത്തു. പിന്നെ കഴിഞ്ഞ മാസം വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ആ ഇടയ്ക്കാണ് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് വീണ്ടും ഈ അസുഖം വന്നതും അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് ബ്ലഡൊന്നും വൊമിറ്റ് ചെയ്തില്ല. എൻഡോസ്കോപ്പിയിലും സ്കാനിങ്ങിലും ഒരു കംപ്ലൈൻറ്റും ഇല്ലെന്നാണ് കണ്ടത്. ബ്ലഡിൻ്റെ കൗണ്ടാണെങ്കിൽ തീരെ കുറഞ്ഞു പോയിട്ടില്ല. ഞാൻ അമ്മയോട് ഇവിടെ വന്ന് കൃപാസനത്തിൽ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ICUവിൻ്റെ മുന്നിൽ. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ അദ്ദേഹം പുറത്തു വന്നു. ഇത്രയും അനുഗ്രഹം ചൊരിഞ്ഞ മാതാവിനും ഉണ്ണീശോയ്ക്ക് 1000 നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാക്ഷ്യം പറഞ്ഞ സഹോദരിയുടെ വിശ്വാസമാണ് ശരിക്കും നമ്മളെ സ്വാധീനിക്കേണ്ടത്. കാരണം ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ടുള്ള സിറ്റുവേഷനാണ്. ശരിക്കും ലിവർ സിറോസിസുകാർ രക്തഛർദ്ദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫിലേക്ക് തിരിച്ചു വരാനത് വലിയത് പാടാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനിൽ പോലും റോമ 5:5 അനുസരിച്ച് പ്രത്യാശയാണ് നിങ്ങൾ നിരാശരാക്കുന്നില്ല. പക്ഷേ ആരിലുള്ള പ്രത്യാശയാണ്? ക്രിസ്തു നേടിയെടുത്തൊരു പ്രത്യാശയാണ്, ക്രിസ്തുവിലുള്ള പ്രത്യാശയാണ്. ക്രിസ്തുവിലെ പുനരുത്ഥാനത്തിലൂടെ കർത്താവ് നേടിയെടുത്ത ഒരു പ്രത്യാശയാണ്. ആർക്കും പ്രത്യാശിക്കാം. കാര്യം അവൻ സകല ജനങ്ങൾക്കും അവൻ രക്ഷകനാണ്. ചില പ്രാർത്ഥനകൾ നമ്മളെ ഗവനിക്കാതിരിക്കുമ്പോൾ തോന്നാം. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 15:28 ഈ വചനങ്ങളുണ്ട്. ചില പ്രാർത്ഥനകൾ നമ്മൾ ദൈവം ഗവനിക്കാതിരിക്കണമെന്ന് നമുക്ക് തോന്നണതിൻ്റെ കാരണം എന്താ അറിയോ? നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥനയിൽ വളരാനും വിശ്വാസത്തിൽ നിറയാനും വേണ്ടിയാണ്. അവളത് കർത്താവിനോട് തന്നെ പറഞ്ഞു, കർത്താവേ എന്നെ സഹായിക്കണമേ. പൈസ പറഞ്ഞു, നായ്ക്കളുടെ അപ്പം എടുത്ത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുത്ത വിഹിതമല്ല. അപ്പോൾ വീണ്ടും വിശ്വാസം പരീക്ഷിക്കപ്പെട്ടു. വിശ്വാസമാണോ അത് പരീക്ഷിക്കപ്പെടും. എന്തിനാ? സത്യവിശ്വാസമാകാൻ വേണ്ടിയാണ്. വിശ്വാസത്തിൽ വ്യാജവിശ്വാസമുണ്ട്, അന്ധവിശ്വാസമുണ്ട്. അന്ധവിശ്വാസത്തെയും വ്യാജവിശ്വാസത്തെയും കളഞ്ഞ് സത്യവിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും. അപ്പം അങ്ങനെ ആ പരീക്ഷണത്തെ അവൾ നേരിട്ട്, വിശ്വാസം കൊണ്ട് നേരിട്ട്, സ്നേഹം കൊണ്ട് നേരിട്ടു. അവൾ പറഞ്ഞു, കർത്താവ് നീ പറയണത് അങ്ങ് ശരിയാണ്, ഞാൻ പട്ടിയാണ്, പക്ഷേ നായ്ക്കൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വിടുന്ന അപ്പക്കഷ്ണം തിന്നാറുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ്. യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. ദൈവം ആഗ്രഹിക്കുന്നത് നിൻ്റെ ചെറിയ വിശ്വാസം കാണാനല്ല, ദൈവം ആഗ്രഹിക്കുന്നത് നിൻ്റെ വലിയ വിശ്വാസം കാണാനാണ്. നിൻ്റെ വലിയ വിശ്വാസം കാണാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് നിന്നെ പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോൾ നീ ഓർക്കണം ആ ദൈവത്തിൻ്റെ പരിപാലനയാണെന്ന്. എൻ്റെ ദൈവമേ, എന്നെയും നിന്നെയും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ദുർഘട ഘട്ടങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ താമസിച്ച് പോകുമ്പോൾ അത് പരീക്ഷണമായിട്ട് എടുത്തുകൊണ്ട് അതിനെ വിശ്വാസം കൊണ്ട് അതിജീവിക്കാൻ, അതിനെ ശരണം കൊണ്ട് അതിജീവിക്കാൻ, അതിനെ ദൈവസ്നേഹം കൊണ്ട് അതിജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, വിശ്വാസ, പ്രത്യാശ, സ്നേഹസമർപ്പണമെന്ന പുണ്യങ്ങളാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പ്രത്യേകിച്ച് പരീക്ഷകളിലിരിക്കുന്നവരെ അതിജീവനത്തിന് വേണ്ടിയുള്ള വിശ്വാസത്തിൻ്റെ ഉപരിവിശ്വാസത്തിൻ്റെ കരുത്ത് പകരണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വിശ്വാസാഗ്നി പരിശീലിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നിന്റെ തിരുക്കുമാരനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി കർത്താവേ, കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹല്ലേലൂയ, കർത്താവേ സ്തോത്രം, ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, കർത്താവേ സ്തോത്രം, ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആരാധനയിലേക്ക് ഭക്തിപൂർവ്വം പ്രവേശിച്ച് അതേ വിശ്വാസത്താൽ നമുക്ക് അഭിഷേകവും ശക്തിയും പ്രാപിക്കാം.